കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമ്മുടെ അമ്മയ്ക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയാനേ അറിയുന്ന നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലേ മോളെ? ഈ കാലയളവിനിടയിൽ അമ്മയൊന്ന് ഉറക്ക ചിരിച്ച് കണ്ടിട്ടില്ല ഞാൻ. എന്തായാലും ചേച്ചി കലക്കി തിമിർത്തു കിടുക്കി. ചായക്കട നടത്തി ജീവിക്കുന്നു കളിയാക്കുന്ന കൂട്ടുകാർക്കിടയില് തലയുയർത്തി നേരെ നിൽക്കാലോ ഇനി എനിക്ക്. ആരാടി? കുഞ്ഞേച്ചിയാ. ഇങ്ങ തന്നെ എടി മോളെ. ആ ഷാരിയേച്ചി ഉണ്ടായിരുന്നു അവിടെ? ഞാനല്ലേടി ഇവിടെ വന്ന് വിവരം പറഞ്ഞേ. എന്തായാലും ഇപ്പൊ ഷാരികേച്ചിയുടെ സങ്കടം മാറിയല്ലോ. ഷാരികേച്ചിക്ക് വേണ്ടി ഞാൻ സിവിൽ സർവീസ് സ്വപ്നം തൊലച്ചോന്നായിരുന്നല്ലോ ചേച്ചിയുടെ സങ്കടം. അതെ മോളെ, അതെന്നും ഒരു നോവായിരുന്നു എന്റെ ഉള്ളില്. ഇനി ആ സങ്കടം വേണ്ട. എവിടെ നിന്നായാലും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ശ്രമിച്ചാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാന്ന് എന്നെ പഠിപ്പിച്ചത് വിഷ്ണുവേട്ടനാ. ശാലിനിയാണോ? ആ ഫോണെന്ന് തന്നെ മോളെ. ആ രാജേച്ചി, IAS ഒക്കെ കിട്ടി വലിയ കളക്ടറൊക്കെ ആവുമ്പോ ഈ പാവങ്ങളെ ഒന്നും മറക്കല്ലേ. ഞാൻ അങ്ങനെ മറക്കോ രാജേച്ചി? ഇനി കൊണ്ടുവാ. അതെ, ആരെ മറന്നാലും എന്നെ മറക്കാൻ പറ്റില്ല കേട്ടോ. ശാന്തേച്ചി, ഞാൻ തന്നുവിട്ട പേന കൊണ്ടല്ലേ പരീക്ഷ എഴുതി പാസ്സായത്. കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി എനിക്കാ. ശരി, ഓക്കെ, ഡൺ. ഇനി വേറെ ആരാ അവിടെ ഉള്ള? ശങ്കരേട്ടനുണ്ട്, കൊടുക്കണോ? ആ കൊടുക്ക് ശാന്തേച്ചി. ശാലിനി മോള സംസാരിക്കും. ശാലിനി മോളെ. ആ ശങ്കരേട്ടാ, ശങ്കരേട്ടന് എന്താ വേണ്ടത്? എനിക്ക് വലിയ ജോലിയൊക്കെ കിട്ടുമ്പോ. എനിക്കൊന്നും വേണ്ട മോളെ, മോളൊരു നല്ല നിലയിലെത്തി കണ്ടാ മാത്രം മതി. എത്ര കാലമായി ശാരദമ്മയുടെ ഈ നടുപൊട്ടിയുള്ള ജോലി. ആ അങ്ങനെയെങ്കിലും ആ പാവ ഈ കരിയെടുപ്പിന്നൊന്ന് രക്ഷപ്പെട്ടോട്ടെ. പിന്നെ വല്ലപ്പോഴും ഒന്ന് കയറി വരുമ്പോ കടമായിട്ടൊരു കട്ടൻ ചായ. കാശുള്ളപ്പോ അത് തന്നു വീട്ടുകയും ചെയ്യാം. ശങ്കരേട്ട ഇങ്ങ് തന്നേ, അവളോട് സംസാരിച്ചു തീർന്നില്ല. നിങ്ങൾ വാ മോളെ. അമ്മ, ഞാൻ നേരത്തെ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. സന്തോഷായോന്ന്? സന്തോഷമായോന്ന് നീ ചോദിച്ചാ അത് എങ്ങനെയാ മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല മോളെ. അടുപ്പിലെ തീച്ചൂടിന്ന് കണ്ണിക്കൂടെ വെള്ളം വരുമ്പോഴും അമ്മ മങ്ങാതെ കണ്ടൊരു സ്വപ്നമുണ്ട്. ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറില് നീ മുറ്റത്ത് വന്ന് ഇറങ്ങുന്ന ദൃശ്യം. ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ അതിന് ശ്രമിക്കല്ലേന്ന് അമ്മയെ പരിഹസിച്ചിട്ടുണ്ട് പലരും. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി നീ അത് സാധിച്ചല്ലോ മോളെ. ഇതിൽ കൂടുതൽ സന്തോഷം അമ്മയ്ക്ക് ഇനി എന്താ വേണ്ടത്? മകനെ കളക്ടറാക്കൂന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഗോപാലേട്ടനോടുള്ള വാശി കൂടിയായിരുന്നു എനിക്കത്. പെൺകുട്ടികളും ഒന്നിനും പുറകിലല്ലാന്ന് കാട്ടിക്കൊടുക്കാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് ആ വാശിയില്ല മോളെ. അച്ഛൻ അതീന്നൊക്കെ മാറി നന്നായി പശ്ചാത്തപിക്കുന്നുണ്ട് ആ മനുഷ്യൻ. എനിക്ക് ഉറപ്പുണ്ട്, ഒരിക്കൽ തോറ്റ പരീക്ഷയില് നീ വീണ്ടും ജയിച്ചെങ്കില് അതിന് പിന്നില് ഇപ്പൊ അച്ഛന്റെ പ്രാർത്ഥനയും കൂടി ഉണ്ട്. ഞാൻ നിർത്തിയേക്കാം മോളെ. അമ്മയ്ക്ക് കരച്ചില് വരിക. ശരി. പടമുറുകിയ കാലം പോലെ അടി വീണൊരു നേരം പോലെ വടിവാളോ നാടൻ തല്ലോ ഇനിയില്ലെന്നെ. ഇനി നാട്ടാരും വീട്ടാരും കൂട്ടാണെന്നെ. കുടമാറ്റം കാണാനയ്യ മാറ്റേറുന്നേ. മടിയാ തടിയാ ഇതിലേ വരിക. ഇവിടാ പൊട്ടിപ്പാറിടുക.
രാഘവേട്ട ഏ? ചായ. ഭാമേ, കേരളമുടനീളം പണമിടപാട് സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡെന്ന പത്രത്തിലൊക്കെ. അതിന് നമ്മള് സ്ഥാപനമായിട്ടൊന്നും നടത്തുന്നില്ലല്ലോ. ആവശ്യക്കാർക്കൊരു സഹായം ചെയ്യുന്നു, അതും ഏറ്റവും ചെറിയ പലിശ നിരക്കിൽ. അങ്ങനെ പാടില്ലെന്നാ നിയമം. ധനകാര്യ ഇടപാടുകൾക്ക് ലൈസൻസ് വേണമെന്ന് എനിക്ക് അറിയില്ലേ ഭാമേ? ഒന്നും അറിയാഞ്ഞിട്ടല്ലല്ലോ രാഘവേട്ട. നിയമത്തിന് മീതിയ മനുഷ്യത്വം. ഇനി അത് ചോദ്യം ചെയ്യാൻ തന്റെ ഇടമുള്ള ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങളാണോ സത്യഭാമ? അതെ. സാധാരണ ഒരു സ്ഥലത്ത് ചാർജ് എടുക്കുമ്പോ പോലീസ് ഓഫീസർമാർ അവിടുത്തെ പ്രധാന ദിവ്യന്മാരെയും ദിവ്യകളെയും പരിചയപ്പെടുന്ന ഒരു ചടങ്ങുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാ നമുക്ക് ഇതുവരെ പരിചയപ്പെടാൻ സാധിക്കാതിരുന്നത്. ശ്രീരഞ്ജിനി മാഡം കാടും പടലും തല്ലാതെ നേരെ കാര്യത്തിലേക്ക് വരണം. ആയിക്കോട്ടെ. സത്യഭാമ ഇവിടെ ഒരു മുതല് സൂക്ഷിക്കുന്നില്ലേ? അത് കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്തു മുതല്? രഞ്ജിനി ചേച്ചി, പിടിവിടടി, ഞാൻ യൂണിഫോമിലാ. അറിഞ്ഞില്ലേ വിശേഷം? പിന്നെ ഈ മുതലിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഹാ, വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നോ? സിവിൽ സർവീസ് എഴുതിയെന്ന് അറിഞ്ഞപ്പോ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അറിഞ്ഞപ്പോഴേ നേരെ ഇങ്ങെത്തി. അപ്പോഴേ സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായ എന്റെ പൊന്നു ശാലിനി മോൾക്ക് നേരിട്ടുള്ള അഭിനന്ദനങ്ങൾ. നാളെ ഞാൻ സല്യൂട്ട് ചെയ്യേണ്ട ആളായി നിൽക്കുന്നേ. ഒന്ന് പോ ചേച്ചി, ഇന്റർവ്യൂ ഒക്കെ ബാക്കി കിടക്കുക. പൊന്നുമോളെ, എനിക്ക് പാസ്സാകാൻ കഴിയുന്ന ഇന്റർവ്യൂ നീ പുല്ല് പോലെ പാസ്സാവും. പിടിച്ചടക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല. നിനക്കതുണ്ട്, അതിനനുസരിച്ചുള്ള കഴിവും. സത്യം പറഞ്ഞ IAS എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതിനുള്ള പ്രചോദനവും പ്രോത്സാഹനവും നൽകിയത് കുറുപ്പ് സാറാ. അച്ഛാ, നമ്മുടെ കുറുപ്പ് സാറിന്റെ അനന്തരവള രഞ്ജിനി ചേച്ചി. ആഹാ, അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള പരിചയമല്ലേ? രഞ്ജിനി ചേച്ചി മിക്കവാറും വരാറുണ്ട് കുടുംബശ്രീയില്. കുടുംബശ്രീക്ക് എന്ത് പേടിക്കാനാ? എടവും വലവും നിൽക്കുകയല്ലേ ഒരു IAS-ഉം ഒരു IPS-ഉം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചേച്ചി? ഓ വേണ്ട മോളെ, ഒരു റെയ്ഡിന്റെ തിരക്കില. ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. സത്യഭാമയ്ക്കും കുറച്ച് പണമിടപാടൊക്കെ ഉണ്ടെന്ന് അറിയാം. കഴുത്തറക്കുന്ന കൊള്ളപ്പലിശ അല്ലാത്തതുകൊണ്ടാ റെയ്ഡിന്റെ പട്ടികയെന്ന് ഞാൻ ആ പേരങ്ങ് വെട്ടിയത്. മാത്രമല്ല, നാളെ ഇവൾ എന്റെ മുകളിൽ വരുമ്പോ ആ പക ഉള്ളിൽ സൂക്ഷിച്ച് എന്നേട്ട് വട്ടുതട്ടിയാലോന്നൊരു പേടിയുണ്ട്.
ഇത് തന്നെ അവസരം. കുറച്ച് പടക്കം വാങ്ങിച്ചങ്ങ് പൊട്ടിക്കട്ടെ ആന്റി. അല്ലെങ്കിൽ നാടുനീളെ മധുരവിതരണം നടത്തിയാലോ? ഇവക്ക് പേഷ്കാരുദ്യോഗം പതിച്ചു കിട്ടാൻ പോവല്ലേ? നീ എന്താ പരിഹസിക്ക? അതേന്ന് തന്നെ കൂട്ടിക്കോ. പ്രീതിയുടെ കാര്യം ഓർത്ത് മനസ്സ് ചുട്ടു നിൽക്കുക ആന്റി. അതിനിടയിലെ ആഹ്ലാദ പ്രകടനവും അഭിനന്ദന പ്രവാഹവും ഒക്കെ. അതിന് പ്രീതിക്ക് എന്ത് പറ്റിയെന്ന്? അത് മനസ്സിലാക്കാൻ വിഷ്ണുവേട്ടൻ ഈ ലോകത്തൊന്നും അല്ലല്ലോ. സ്വന്തം ഭാര്യയാണല്ലോ വിഷ്ണുവേട്ടന്റെ പ്രപഞ്ചം. അതിലേക്ക് തന്നെ കണ്ണയച്ചോണ്ടിരുന്നാലേ ചുറ്റും നടക്കുന്നൊന്നും കാണില്ല. കൂടപ്പിറപ്പിന്റെയോ അമ്മയുടെയോ കണ്ണീര് പോലും. പ്രീതിയെ വസുമതി ആന്റിയുടെ വീട്ടിലേക്ക് അയക്കുമ്പോഴേ ഞാൻ മുന്നറിയിപ്പ് തന്നിരുന്നതാ, അവളെ ഒരു പാതാള കുഴിയിലേക്കാ തള്ളിയിടുന്നതെന്ന്. അന്ന് കുറ്റക്കാരി ഞാനായിരുന്നു. ഇപ്പൊ പ്രീതിക്ക് സീമന്തത്തിനുള്ള സമയമായി. അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വീട്ടിൽ വെച്ച് ചടങ്ങ് നടത്താൻ കഴിയോ? വലിയ ഗുണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് വാഷിംഗ് മെഷീനും ഒക്കെ ആയിട്ട് ചെന്നപ്പോഴേ ആ വീടിന്റെ അടിച്ചു തളിച്ചതിന്റെ അകത്ത് കയറ്റിയോ വസുമതി ആന്റി? ആ സ്ത്രീക്ക് മുന്നിൽ ചെറുതായതേ ഭാമാന്റിയാ. ആരുടെ മുന്നിലും കുനിയാത്ത ശിരസ് അന്ന് അവിടെ കുനിയേണ്ടി വന്നു. അതും വിഷ്ണുവേട്ടന്റെ കൺമുന്നിൽ വെച്ച്. പെൺമക്കളുടെ സീമന്തം നടത്തുക എന്നൊക്കെ പറഞ്ഞ അമ്മമാരുടെ സ്വപ്നവും അവകാശമാ. അതും കൂടി നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാമാന്റി തീർന്നു. അതൊക്കെ ഹൃദയമുള്ളവരോട് പറയണ സുസ്മിത. ഇവൻ പറയുമായിരുന്നു അമ്മയെന്ത് പച്ചകുത്തിയിരിക്കുന്നത് നെഞ്ചിലല്ല ഹൃദയത്തിന് മേലെയാണെന്ന്. പക്ഷേ ഇവന്റെ ഉള്ളിൽ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് ഇപ്പൊ എനിക്ക് സംശയമാണ്. വിഷ്ണുവേട്ടാ നിക്ക്. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ നിക്ക്. വിഷ്ണുവേട്ടാ ഇതെങ്ങോട്ടാ? എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ പ്രീതിയും കൊണ്ട് മടങ്ങി വരൂ ശാലിനി. വിഷ്ണുവേട്ടൻ വിചാരിച്ച പ്രീതിയെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞേ? പക്ഷെ മടക്കി ആ വീട്ടിലേക്ക് അയക്കാൻ വിഷ്ണുവേട്ടനെ കൊണ്ട് പറ്റുമോ? ജീവൻ കൊടുത്തിട്ടായാലും. വിഷ്ണുവേട്ടൻ ഇപ്പൊ അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെയാവും. ആരെങ്കിലും പറയുന്നത് കേട്ടുള്ള ആവേശത്തില് പ്രീതിയുടെ ജീവിതം തന്നെ താറുമാറാവും. പിന്നെ ഈ പ്രശ്നത്തിന് എന്തൊരു പരിഹാരം നീ പറ. പ്രീതിയെ ഞാൻ കൊണ്ടുവരും വിഷ്ണുവേട്ടാ. എങ്കിൽ താങ്കര് ഞാനും കൂടി വരാം. അത് വേണ്ട. വിഷ്ണുവേട്ടന്റെ ഈ സ്വഭാവത്തിന് അത് ശരിയാവില്ല. എന്തും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറെടുത്തേ വസുമതി ആന്റിയുടെ വീട്ടിലേക്ക് പോകാനാവൂ. സത്യാമ്മ പറയുന്ന പോലെ ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം എന്നിൽ നിന്നല്ലേ? അപ്പൊ പരിഹാരവും ഞാൻ തന്നെ ഉണ്ടാക്കണം. അത് തന്നെയാടി എനിക്കും വേണ്ടത്. നീ അങ്ങോട്ട് ചെന്ന് കേറിക്കൊടുക്ക്. ചാണകവെള്ളം കലക്കി വെച്ചിട്ടുണ്ടാവും അവിടെ. വസുമതി നിന്നെ സ്വീകരിക്കാൻ. എത്ര പൂജയും അർച്ചനയും ചെയ്താലും എത്ര മുഴുക്കാപ്പ് നടത്തിയാലും തീരില്ല ഈ കടമെന്ന് എനിക്കറിയാം. ഈ വീടിന്റെ സ്വപ്നമായിരുന്നു ശാലിനിയുടെ ഈ ഉയർച്ച. കത്തുന്ന കാനൽ ജലം പോലെ ഒരിക്കലും അത് യാഥാർത്ഥ്യമല്ലെന്ന് ഞാൻ കരുതിയത്. പക്ഷെ
നിങ്ങളത് തിരുത്തി അനുഗ്രഹമഴയായി കാണിച്ചു തന്നു. നന്ദിയുണ്ട്, ഒരുപാട് 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 നന്ദിയുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്ക് മേലുള്ള കരുതൽ ഇനിയും ഉണ്ടാവണം എന്നും. അത് മാത്രമേ ഉള്ളൂ ഈ ശാരദയുടെ പ്രാർത്ഥന. ദേവി, പ്രീതി, എന്താ അർജുനേട്ടാ? എന്റെ അടുത്ത് കുറച്ച് സമയം ഇരിക്കേ. എനിക്ക് ജോലിയുണ്ട് അർജുനേട്ടാ. അത് കഴിഞ്ഞുള്ള ജോലിയൊക്കെ മതി. ടെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് വരെ ഇവളെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല. നീ ഇവിടെ ഇരിക്കേ. DNA ടെസ്റ്റിന്റെ റിസൾട്ട് നാളെ വരും. അടുത്തിടവഴകളൊക്കെ അത് കഴിഞ്ഞു മതി. ആഹാ, അപ്പോ അമ്മ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചോ? അല്ല, അമ്മയ്ക്കൊരു പേരക്കുട്ടിയെ സമ്മാനിക്കുന്നതിന് പ്രീതിക്കൊരു സ്വീകരണം കൊടുക്കട്ടെ? ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം കൊടുക്കേണ്ടത് മധുര പലഹാരമാണോ അതോ ചൂലാണോന്ന്. നീ പോയി നോക്കടി ആരാന്ന്. ശാലിനി, ശാലിനി, അകത്തേക്ക് വാ ശാലിനി. നിക്ക്, നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ? ആന്റി, അത് DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നവരെ ഇങ്ങോട്ടാരും വരരുതെന്ന് പറഞ്ഞിരുന്നല്ലേ ഞാൻ? ആന്റി, അത് ആ ഉപാധിയില ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിച്ചെന്ന് നിനക്കറിയാലോ. എന്നിട്ടിപ്പോ ജാഥ പോലെ ഇങ്ങോട്ട് ആൾക്കാര്. വസുമതിയുടെ വാക്കിന് പുല്ലുവില അല്ലേടി? അതുകൊണ്ടല്ല ആന്റി, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കൊണ്ടാ. എന്താ, സത്യഭാമയുടെ വീട്ടിൽ ആരെങ്കിലും ചത്തോ? അമ്മേ, ഇട വാക്കിന് വിലയുണ്ടാവണോടാ? വാക്കാണ് ദൈവം എന്ന് വെറുതെ പറഞ്ഞു നടന്നാ പോരാ. ശാലിനി, കാര്യം പറ. പ്രീതിയുടെ സീമന്തം നടത്തണമെന്നുണ്ട്. പ്രീതി അതിന് കൂട്ടിക്കൊണ്ടു പോവാനാ ഞാൻ വന്നത്. ആന്റിയുടെ ഉപാധികളൊക്കെ അറിയാം. ആന്റിയുടെ വാക്കിന് വില കൽപ്പിക്കാത്തതുമല്ല. മകൾക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന്റെ സന്തോഷം പങ്കുവെക്കാനുള്ള ഒരമ്മയുടെ ആഗ്രഹമാണ്. നിരസിച്ച് കളയരുത്. സത്യഭാമയ്ക്ക് സന്തോഷിക്കണം അല്ലേ? ശാലിനി, പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാന്ന്
ഞാൻ വാക്ക് കൊടുത്തുപോയി. ആന്റി പ്ലീസ്, ഞാൻ വേണമെങ്കിൽ ഈ കാല് പിടിക്കാം. ശാലിനി